വോട്ടിന് പണം പാലക്കാട് ബി.ജെ.പി. സ്ഥാനാർത്ഥി നൽകിയ സംഭവത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ മൊഴിയെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാലക്കാട് ആർഒ ആണ് ശോഭാ സുരേന്ദ്രൻ്റെ മൊഴിയെടുത്തത്. വിവരങ്ങളുമായി സന്തോഷ് സാലിംഗ് ചേരുകയാണ്. സന്തോഷ്, ദൃശ്യങ്ങളടക്കം പുറത്തെത്തിയതാണ്, മാത്രമല്ല ദൃശ്യങ്ങൾ എടുത്തവരെ ഭീഷണിപ്പെടുത്തുന്നതും. ഇപ്പോൾ ഇതാ ശോഭാ സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു, മീൻസ് മൊഴിയെടുക്കുന്നു. ജിംഷാദ് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് മൊഴിയെടുത്തത്. ജില്ലയിലെ വരണാധികാരിയാണ് ജില്ലാ കളക്ടർ. അപ്പൊ ഈ പരാതി നേരത്തെ CPIM നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയത് RTO എന്നാണ് റിപ്പോർട്ട് തേടിയത്. അങ്ങനെ RTO അന്നത്തെ സ്ഥാനാർത്ഥി കൂടിയായ ശോഭാ സുരേന്ദ്രൻ നോട്ടീസ് നൽകിയത് പ്രകാരം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ശോഭാ സുരേന്ദ്രൻ RTO ഓഫീസിലെത്തി നേരിട്ട് മൊഴി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും മാധ്യമങ്ങളോട് പറഞ്ഞ രീതിയിൽ തന്നെയാണ്, അതായത് കൂടെയുള്ള സ്ത്രീയുടെ ഒരു ബന്ധുവിന് പൈസ നൽകാൻ ശ്രമിച്ചുവെന്നാണ് ശോഭാ സുരേന്ദ്രൻ RTOയ്ക്ക് മൊഴി നൽകിയെന്നാണ് ലഭ്യമായിരിക്കുന്ന സൂചന. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ആ ദൃശ്യങ്ങളുണ്ട് എന്നതും ശോഭയാണ് നേരിട്ട് പണം നൽകിയത് എന്നതുമാണ് അവരെ തന്നെ വിളിച്ചു വരുത്താനുള്ള ഒരു കാരണമായിരിക്കുന്നത്. കാരണം നേരത്തെ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന ദിവസം രാത്രി ജില്ലാ കളക്ടർ നടത്തിയ വാർത്താ സമ്മേളനത്തിന് നമ്മൾ ചോദിച്ചിരുന്നു ശോഭാ സുരേന്ദ്രന് മൊഴി എടുത്തോ എന്നത്. പക്ഷെ ജില്ലാ കളക്ടർ അന്ന് പറഞ്ഞത് പ്രാഥമികമായി അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ഉണ്ടായത് എന്നാണ്. പക്ഷെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി തന്നെ നോട്ടീസ് നൽകിയാണ് ഇപ്പോൾ മൊഴി എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ പാലക്കാട് ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള അന്വേഷണത്തിന് ശേഷം ഈ പണം നൽകിയപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണെങ്കിലും അവരുടെ വീട്ടിൽ പോയി പണം നൽകിയ ദൃശ്യങ്ങളുള്ള മറ്റൊരു സ്ത്രീയാണ്. ആ ശോഭാ സുരേന്ദ്രന്റെ കാറിനകത്ത് ആ സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെയാണ് ഉരുണ്ട് മറിഞ്ഞ് ശോഭ മറുപടിയില്ലാതെ പോകുന്ന ഘട്ടം നമ്മൾ കണ്ടത്. അവരെ കൂടി ഈ കളക്ടർ ചോദ്യം ചെയ്യുന്നുണ്ടോ, മീൻസ് മൊഴിയെടുക്കുന്നുണ്ടോ? സിമി സഞ്ജീവ് എന്ന് പറയുന്ന മുംബൈ മലയാളിയാണ് ശോഭാ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നത്. ശോഭാ സുരേന്ദ്രന് വേണ്ടി പൈസ നൽകിയതും സിമി സഞ്ജീവ് തന്നെയാണ്. അന്ന് ഈ സംഭവം ഉണ്ടായ അന്ന് രാത്രി തന്നെ BJP അവരെ ഇവിടെ നിന്നും തിരിച്ച് മുംബൈയിലേക്ക് കോയമ്പത്തൂർ വഴി ഫ്ലൈറ്റ് കയറ്റി അയച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരപ്രകാരം അവർക്ക് ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ടോ എന്ന് അറിയില്ല. സ്വാഭാവികമായും അവരിൽ നിന്ന് മൊഴി എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്നിപ്പോ ശോഭാ സുരേന്ദ്രൻ മൊഴിയെടുത്ത സാഹചര്യത്തിൽ RTO ഓഫീസ് അവരിൽ നിന്ന് കൂടി അവർ മൊഴിയെടുക്കും. കൂടാതെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ശോഭാ സുരേന്ദ്രനോടൊപ്പം ദൃശ്യങ്ങളിൽ കാണുന്ന മറ്റുള്ളവരെ കൂടി ഈ മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത് ഈ വരും ദിവസങ്ങളിൽ തന്നെ നടക്കും. പക്ഷെ എന്തായാലും 11-ാം തീയതിക്കകത്ത് തന്നെ ഈ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ ഫോട്ടോ എടുത്തവരെ, മീൻസ് ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഘട്ടത്തിൽ ഡോർ തുറന്ന് ഇറങ്ങി വരുമ്പോഴും ബാക്കിലത്തെ ഡോർ തുറന്ന് ആ പണം നൽകിയ സ്ത്രീയെ എന്തോ ആ സ്ത്രീയോട് നിർദ്ദേശിച്ചിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തലൊക്കെ ശോഭ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായി അന്ന് തന്നെ ആൾക്കാർക്ക് അറിയാമായിരുന്നു ഇത് ഒരുപക്ഷെ അവരെ മാറ്റിയേക്കുമെന്നൊക്കെ, അല്ലേ സന്തോഷ്? അജിംഷാദ്, അതായത് ഈ ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 3 ദിവസം മുമ്പ് തന്നെ പാലക്കാട് എത്തിയതാണ്. അന്ന് തന്നെ പ്രവർത്തനങ്ങളൊക്കെ അവർ ആരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് മുതൽ തന്നെ ഈ മുംബൈ മലയാളിയായ സിമി സജീവ് ശോഭാ സുരേന്ദ്രന്റെ വലങ്കയ്യായ ഒപ്പമുണ്ട്. സിമിയും ശോഭാ സുരേന്ദ്രനും കൂടിയാണ് പിന്നീട് ഇവിടുത്തെ പാലക്കാട് നഗരസഭയുടെ മുൻ അധ്യക്ഷ പ്രമീള ശശിധരനെ വീട്ടിൽ ചെന്ന് കാണുന്നത്. അങ്ങനെ പിന്നീട് ഇവര് 3 പേരുമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പാലക്കാട് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനോ അല്ലെങ്കിൽ സംഘടനയുടെ മറ്റു നേതാക്കളെ ഒന്നും ശോഭാ സുരേന്ദ്രൻ അടുപ്പിച്ചിട്ടൊന്നുമില്ല. പകരം ഈ 3 പേരും കൂടിയാണ് സംഘടന ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയത്. ഏറ്റവും അവസാനം ഇവര് 3 പേരും കൂടിയാണ് പൈസ കൊടുക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇത് ഇന്ന ആളാണെന്ന് മനസ്സിലായി. മാധ്യമങ്ങൾ അന്ന് ചോദിച്ച വാർത്താ സമ്മേളനത്തിൽ അവർക്ക് ഉരുണ്ട് കളിക്കേണ്ടി വന്നതും അതുകൊണ്ടാണ്. കൃത്യമായ തെളിവുകൾ, വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചിട്ട് ആദ്യമൊക്കെ നിഴലെന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചു. പിന്നീട് അത് കൂടെയുള്ള സ്ത്രീയല്ല എന്ന്. പക്ഷെ അപ്പോഴും മാധ്യമങ്ങൾക്ക് അറിയാമായിരുന്നു അത് വസ്തുതയാണ്, ഇന്ന ആളാണ്, അത് കൂടെ ഉണ്ടായിരുന്നത്. പിന്നീട് ദൃശ്യങ്ങളൊക്കെ വീണ്ടും പുറത്തു വന്നല്ലോ, ആ കാറിൽ അവർ സഞ്ചരിക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ശരി, സന്തോഷ് സാലിംഗാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.